ആക്ച്വലി ഈ വീഡിയോ എൻ്റെ ഗാലറിയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 1, 2 ആഴ്ചയായി. ഞാൻ ഇതുവരെ ഇത് അപ്ലോഡ് ചെയ്തില്ല. നമ്മൾ റെന്റഡ് ഹൗസ് എടുത്തെന്ന് പറഞ്ഞില്ലേ, നമ്മൾ ആ റെന്റഡ് ഹൗസിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. താമസിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ആഴ്ചക്ക് കൂടുതലായി. ഞാൻ വന്ന ദിവസം നമ്മൾ താമസിക്കാനായിട്ട് വന്ന ദിവസം എടുത്ത വെച്ച വീഡിയോ ആണ്. ആ ഫസ്റ്റ് ഡേ ആണിത്. സംഭവം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് വന്നത്. ഞാനും എൻ്റെ കൊച്ച് തക്കുടും എൻ്റെ വീട്ടിലായിരുന്നു. ആ ചേട്ടൻ്റെ വീട്ടിലുമായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നാണ് വന്നത്. അപ്പം ഞാനാണ് ആദ്യമേ വന്നത്. അതൊന്നും ഞാൻ എടുത്ത് വെച്ചില്ല. ആ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. അപ്പം ഞാൻ ആദ്യം വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് ചേട്ടൻ വന്നത്. ചേട്ടൻ്റെ ഓട്ടോയിൽ സാധനങ്ങൾ പതിയെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഇരുന്നപ്പോഴേക്കും രാവിലെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അതിന് പിന്നെ ചേട്ടൻ ഒറ്റയ്ക്ക് ബൈക്കിലാണ് വന്നത് അരിയൊക്കെ മേടിച്ചത്. കാരണം നമുക്ക് വേവിക്കണമല്ലോ, അത്ര നേരം ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല, കടയിൽ പോയി വാങ്ങണ്ട, അവിടെ വേവിക്കണമെന്നുള്ളതുകൊണ്ട് ചേട്ടൻ അരിയൊക്കെ കൊണ്ട് വരികയാണ് ചെയ്തത്. ഈ വീഡിയോയിലൊക്കെ ഞാനും ചേട്ടനും തക്കുടൊക്കെ ഒരൊറ്റ ഫ്രെയിമിലുണ്ട്. ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും മാത്രമേ കിട്ടാറുള്ളൂ ഞങ്ങൾ മൂന്നുപേരും ഒന്നിച്ചൊക്കെ. സത്യം പറഞ്ഞാൽ എല്ലാ ഭാര്യമാർക്കും ഇഷ്ടമായിരിക്കുമല്ലേ ഭർത്താക്കന്മാർ കൂടെ വന്ന് നിന്ന് ജോലി ചെയ്യുന്നത്. ജോലി എന്ന് പറഞ്ഞാൽ അങ്ങനെ തോനെ ജോലി ചെയ്യുന്നില്ല, നമ്മൾ കൂടെ വന്ന് നിൽക്കുക, ഇച്ചിരി ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. നമ്മൾ മാത്രമായിട്ട്, നമ്മൾ രണ്ടുപേരും പാർട്ട്നേഴ്സ് മാത്രമായിട്ട് വേറെ ഒന്ന് താമസിക്കുമ്പോൾ, സ്വന്തമായിട്ട് വേറെ വീട് വെച്ച് താമസിക്കുമ്പോൾ, അല്ലെങ്കിൽ രണ്ടായിട്ട് ഒരു വീട് എടുത്തിട്ട് ഒറ്റയ്ക്ക് മാറി താമസിക്കുമ്പോൾ നമുക്ക് അത്ര സ്വാതന്ത്ര്യത്തോടെ അവരടുത്ത് ഇന്നത് ചെയ്താൽ ഇന്നത് ചെയ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇതിപ്പം അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ, നമ്മൾ ഇപ്പം വൈഫിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അവരുടെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, മറ്റുള്ളവരുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്തൊരു ചിന്തിക്കും. അല്ല, അങ്ങനെയുള്ള മദർ ഇൻ ലോസും ഉണ്ട്, ഫാദർ ഇൻ ലോസും ഉണ്ട്, ഇഷ്ടംപോലെ പേരുണ്ട് ഇപ്പോഴും. ഇപ്പോഴും നമ്മുടെ ജനറേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. കുറേ പേരൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചെങ്കിലും ഇപ്പോഴും കുറേ പേര് അങ്ങ് 80s കിടക്കുന്നവരുണ്ട്. ഭർത്താവിനെ കൊണ്ട് അടുക്കളയിൽ ജോലി ചെയ്യിക്കാൻ വരുത്തിക്കരുത്, ഫുഡ് കഴിച്ച പാത്രം കഴിക്കരുത്, അങ്ങനെയൊക്കെ പറയുന്ന കുറേ അമ്മമാരൊക്കെ ഉണ്ട് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ. കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇത് മൊത്തത്തിൽ മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം മാറിയിട്ട് ഇനി വരുന്ന ജനറേഷനിലെ ആളുകൾ മൊത്തം രണ്ടും ഈക്വലായിട്ട് ജീവിതത്തിലെല്ലാം ചെയ്തു കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വീഡിയോയിൽ ഞാൻ തക്കുവിൻ്റെ വോയിസ് ചേർത്ത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ചോദിക്കുന്നുണ്ട് നീ എന്ത് വേവിക്കുക ഇത്രയും ടൈം എടുക്കുന്നത്, നീ വീട്ടിലെ ജോലി എന്ത് പെട്ടെന്ന് ചെയ്ത് തീർക്കാത്തതിന്. കാരണം ഈ ഞാൻ മാത്രം ഒറ്റയ്ക്കാവുന്ന സമയത്താണെങ്കിൽ തക്കുടി എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ്. കരച്ചിൽ നിർത്തിയില്ല, പിന്നെ അവളെ എടുത്തുകൊണ്ട് നടക്കണം. എനിക്ക് അന്നേരം ബാക്കി ജോലികൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഗ്യാസ് ഇല്ല, സ്റ്റൗ അല്ല. അപ്പോൾ സ്റ്റൗവിൽ വേവിക്കുന്നതൊക്കെ എനിക്ക് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് ഓഫ് ചെയ്തിട്ട് പോകാൻ പറ്റത്തില്ല. കരിയെടുപ്പാണ്. എനിക്ക് പിന്നെയും തീ എത്തിക്കാൻ കുറച്ച് സമയം എടുക്കും. ഒന്നാമത് ഞാൻ ജീവിതകാലം മൊത്തം കരിയെടുപ്പിൽ വേവിച്ച ആളല്ല. അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വേവിക്കുക ഇത്ര ലേറ്റാണ്. അടുത്ത വീഡിയോ കാണുന്നത് ടാറ്റ ബൈ.